ഒരു സൈക്കോമെട്രിക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരനുഭവം പറയാം. CBSE 12ാം ക്ലാസ് റിസൾട്ട് വന്നപ്പം ഒരു പയ്യൻ, ഒരു കൺഫ്യൂഷൻ. അവന് നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയാം, പിന്നെ ബിടെക് ആയാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെ ഈ BDES ഉള്ള കോളേജുകളിൽ അന്വേഷിച്ചു, BFA ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് എന്ന കോഴ്സ് നടക്കുന്ന സ്ഥാപനങ്ങളിൽ അന്വേഷിച്ചു. അതോടൊപ്പം അവൻ കീമും എഴുതിയിരുന്നു. കീമിന് ക്വാളിഫൈഡ് മാർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കോഴ്സിന്, ഇത് രണ്ട് വ്യത്യസ്തമായ കോഴ്സാണ്. ഒന്ന് ബിടെക് ഇവന് വേണ്ടത് AI ആൻഡ് മെഷീൻ ലേണിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആണ്, പക്ഷേ ഈ ഡിസൈനിങ്ങും അവന് അറിയാം. അപ്പോൾ ആകെ കൺഫ്യൂഷനായി നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് കരിയർ ഗൈഡൻസിനായിട്ട് വന്നു. അങ്ങനെ ഞാനൊരു ടെസ്റ്റിന് വേണ്ടി പറഞ്ഞു. അവൻ ഇവിടെ നിന്ന് ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് എടുത്തു. ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പം അവന് ഫസ്റ്റ് കരിയറായിട്ട് അവന് ചൂസ് ചെയ്യാനായിട്ട് കാണിച്ചത് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI ആൻഡ് മെഷീൻ ലേണിംഗ്. എന്നാൽ ഈ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് അവന് കാണിച്ചിരിക്കുന്നത് 8ാമത്തെ കരിയറായിട്ടാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് കരിയർ ആയിരിക്കും നമുക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് കഴിയുക. അങ്ങനെ അവന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുകയും രക്ഷിതാക്കൾക്കും ധാരണ ഉണ്ടായി. അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ കെയർ ഓഫിൽ തന്നെ ഒരു കോളേജിൽ വിളിച്ച് അഡ്മിഷനും അവനെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ തീർക്കാൻ കഴിയും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.